പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 13-ാം ദിവസം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 12, 15, 16 തിരുവചനങ്ങൾ. രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവത്തിന് ആലയം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന സോളമൻ രാജാവ് ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞ് ജെറൂസലേം ദേവാലയം പണി കഴിപ്പിച്ചു. ദേവാലയ പ്രതിഷ്ഠ നടത്തി. ആ രാത്രിയിൽ കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളിച്ചെയ്തു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവജനത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് ദൈവം സോളമനോട് ഇപ്രകാരം പറയുന്നു, നിന്റെ പ്രാർത്ഥനയെ ഞാൻ ആശീർവദിക്കും. നീ പറഞ്ഞതുപോലെ ഞാൻ നിന്നോട് പ്രവർത്തിക്കും. എൻ്റെ കണ്ണും എൻ്റെ കാതും പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ എപ്പോഴും ജാഗരൂകമായിരിക്കും. ദൈവത്തിൻ്റെ ആലയം അനുഗ്രഹത്തിൻ്റെ ആലയമെന്ന് അറിയപ്പെടും. ഈ ആലയം നമ്മൾ തന്നെയെന്ന് രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർണ്ണതയിൽ ഈശോ നമ്മെ പഠിപ്പിച്ചു. നാം ഓരോരുത്തരും കർത്താവിൻ്റെ ആലയമാണെന്നും ആ ആലയം വിശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് ആ ആലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയണമെന്നും ദേവാലയത്തിൻ്റെ പരിണാമത്തിൽ ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ചു. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ആലയമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നിരന്തരമായ അനുഗ്രഹ സാന്ത്വനം ഈ ദേവാലയമാകുന്ന നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് അനുഭവിക്കാനാവും. അവിടുത്തെ ഹൃദയപൂർവമായ കടാക്ഷം സദാ എപ്പോഴും നമ്മുടെ മേലുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുവാനും അവിടുന്ന് നമ്മുടെ മേൽ വർഷിക്കുന്ന കൃപയുടെ സാന്ത്വനം അനുഭവിച്ച് അറിയുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ ആലയമാകാൻ വിളിക്കപ്പെട്ട ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവ് വർഷിച്ച് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കേണ്ട ആലയമാണ് ഞങ്ങളുടെ ശരീരമെന്നും ഞങ്ങളുടെ മനസ്സെന്നും ഞങ്ങൾ തിരിച്ചറിയട്ടെ. അപ്പോൾ ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ പ്രവൃത്തികളും ഞങ്ങളുടെ സംസാരങ്ങളും വിശുദ്ധീകരിക്കപ്പെടുമല്ലോ.
അങ്ങനെ അങ്ങയുടെ നാമം പേറുന്ന മഹത്വത്തിൻ്റെ അടയാളങ്ങളായ ഈ ഭൂമിയിൽ പരിവസിക്കുവാൻ കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹ പാത്രങ്ങളായി ഭവിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനം അനുഭവിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഉയർത്തണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.